सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ. എല്ലാ പ്രിയ സജ്ജനങ്ങൾക്കും നൂറായിരം മംഗള ആശംസകൾ. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അമൃതബിന്ദു ഉപനിഷത്ത് മറുപടി പറയുന്നു, മനനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷച. മനസ്സിനെ മനനം ചെയ്യാനും ത്യാജ്യഗ്രാഹ്യ വിവേകശക്തി ഉണ്ട്, അത് വികസിപ്പിക്കുകയുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഈ ജീവിത ലക്ഷ്യം ശ്രദ്ധിക്കണം, ഈ ജീവിത ലക്ഷ്യത്തിലേക്ക് നാം ഉയർന്ന് വളർന്ന് നമ്മുടെ ജീവിത ലക്ഷ്യം മനോവികാസമാണെന്ന് നമ്മുടെ മക്കളെ നാം അവർക്ക് ഒരു 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 ഡീഡായി, അവർക്ക് നമ്മുടെ സമ്പാദ്യമായി അവരിലേക്ക് കൈമാറ്റം ചെയ്യണം. മനഃശക്തിയും മനോബലവും മനക്കരുത്തുമുള്ള ഒരു ജീവിതം. ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സമാനതകളില്ലാത്ത പുരോഗതിയിലൂടെയാണ് ഓരോ ആധുനിക മനുഷ്യനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. അൾട്രാ മോഡേൺ സയൻസ് വളർന്ന് വന്ന് ഭഗവാന്റെ ദശാവതാരത്തിൻ്റെ കൂട്ടത്തിൽ 11ാമതൊരു അവതാരം കൂടി വന്നിരിക്കുന്നത് സർവജ്ഞനായ ഭഗവാൻ ഗൂഗിൾ കുമാർ. ഈ ഗൂഗിൾ ക്രോമാണ് ഗൂഗിൾ കുമാറായി മാറുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ബുദ്ധിക്കും യുക്തിക്കും സയൻസിനും അറിവും കഴിവും സാമർഥ്യവുമുള്ള ഒരു തലമുറയെ നാം വളർത്തിയെടുക്കണം. അതിനെന്ത് വേണം? നമ്മളിതാദ്യം പഠിക്കണം. നമ്മളിതാദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് ഇത് നമുക്ക് വാക്കിംഗ് സ്റ്റിക്കായി കൊണ്ടു നടക്കാൻ സാധിക്കും. നമ്മളിത് അറിവും കഴിവും സാമർഥ്യവും ഇല്ലാത്ത ഒരു അന്ധേനൈവ യഥാന്ത, ശ്രീശങ്കര ഭഗവത്പാദർ പറയുന്നു, അന്ധപരമ്പരയെ സൃഷ്ടിക്കാതെ ജ്ഞാനപരമ്പരയെ സൃഷ്ടിക്കണം. ജ്ഞാനപരമ്പരയെ സൃഷ്ടിക്കണം. അപ്പോഴോ യോഗകർമ്മസു കൗശലം. എല്ലാ രംഗത്തിലും കുശല ബുദ്ധിയോടുകൂടി, കുശാഗ്രബുദ്ധിയോടുകൂടി, ഈശ്വരീയ ബുദ്ധിയോടുകൂടി, ഒരു ഭഗവത് ബോധത്തോടുകൂടി നല്ല ഒരു ജീവിതം നമ്മളാദ്യം നയിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് അത് കൈമാറ്റം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇല്ല എങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വയോജന വൃദ്ധസദനങ്ങളുള്ളത് കേരളത്തിലാണ്. നമ്മളെ വൃദ്ധസദനത്തിൽ നമ്മളെ മക്കൾ തള്ളിവിടാതിരിക്കാൻ നമ്മൾ ഈ സംസ്കാരം പഠിക്കണം, അവരെ പഠിപ്പിക്കണം. മാതൃദേവോ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ. ഇത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളെ, അച്ഛനെയും അമ്മയെയും തള്ളിപ്പറയാതിരിക്കുള്ളൂ. ഗുരുത്വാധിഷ്ഠിതമായ ഒരു ജീവിതം അവർ നയിക്കുള്ളൂ. ആ മക്കൾ കുടുംബത്തിനും അവനവനും സമൂഹത്തിനും അസറ്റായി മാറുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച ഒരു 21 വയസ്സാകുമ്പോൾ എല്ലുകളുടെയൊക്കെ വളർച്ച അവിടെ നിൽക്കും. ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ മാത്രമല്ല,
ശ്രദ്ധിക്കണം, ഇവ പ്രവർത്തിക്കുന്ന ഭൂതം, ഇലക്ട്രിസിറ്റി, കോസ്മിക് എനർജി, ആത്മാ, ഇവയൊക്കെ പ്രവർത്തിക്കുന്ന ഈ ആത്മാവിനും വികാസം വേണം. അപ്പോൾ വികസനത്തിൻ്റെ തത്വസംഹിതയാണ് വേദങ്ങൾ. ആ വേദങ്ങൾ ജാതി മത വർണ്ണ വർഗ ലിംഗവ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും വേദാധ്യയനം നടത്താം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിൽ ലിംഗവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും, എല്ലാ ഹൈന്ദവ സമാജത്തിലെ മെമ്പർമാരെയും അവിടെ പഠിപ്പിക്കുന്നു. ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും 4 വേദവും കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്തിനാണ് ഇത് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളുടെ മനസ്സിനെ ഉണർത്താനും ഉയർത്താനും ഊർജ്ജസ്വലമാക്കാനും ഊഷ്മളമാക്കാനും അവരിലെ സർഗാത്മകതയും അറിവും കഴിവും വികസിപ്പിക്കാനും ഉദയസൂര്യനെ പോലെ നമ്മുടെ മക്കൾ ശോഭിക്കാനും ഈ വേദമന്ത്രങ്ങളെ കൊണ്ട് സാധിക്കും. ഇതാണ് ഗായത്രി മന്ത്ര ഉപാസനയൊക്കെ. ഓം ഭൂർഭുവസ്വ തസ്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. എൻ്റെ ബോധത്തെ ഉണർത്തട്ടെ, ഉയർത്തട്ടെ, വളരട്ടെ സൂര്യ തേജസ്സോടുകൂടി. അപ്പോൾ അറിവും കഴിവും സാമർഥ്യവുമുള്ള ഒരു സമൂഹത്തിനെ നമുക്ക് വളർത്തിയെടുക്കണം. വേണ്ടേ? ഇത് വേണ്ടാത്തവരായി ആരും. അപ്പോൾ നമ്മുടെ മക്കളെ പ്രൊഫഷണലുകളാക്കണം. ഒപ്പം അതിശക്തമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി എടുക്കണം. അപ്പോൾ ഗൃഹസ്ഥാശ്രമികളെ കർമ്മോന്മുഖമാക്കി എടുക്കുക. ഗൃഹസ്ഥാശ്രമികളെ കർമ്മോന്മുഖമാക്കി എടുക്കുക. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ഈ ടയറിലൊക്കെ കംപ്രസർ ഉപയോഗിച്ച് കാറ്റടിച്ച് നിറച്ച് ആ വണ്ടിയെടുത്ത് ഓടിച്ചു പോകുന്നത് പോലെ ജീവിതമാകുന്ന വാഹനത്തിൽ വേദമന്ത്രങ്ങൾ കൊണ്ട് പൂരിതമായ ജീവിതമാകുമ്പോൾ അവരുടെ ജീവിതം പരമാനന്ദത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. മന്ത്രങ്ങളുടെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ്. നമ്മുടെ ഓരോ ന്യൂറോ സിസ്റ്റങ്ങളെയും ഊർജ്ജസ്വലമാക്കും, ഊഷ്മളമാക്കും. ന്യൂറോ ബൂസ്റ്റിംഗ് ആണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്താണെന്നുള്ളത് യൂട്യൂബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു തരും. അപ്പോൾ സമ്പൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ഓരോ വ്യക്തിയെയും. അപ്പോൾ സമ്പൂർണതയിലേക്ക് ഒരു ജീവിതം ഉയർത്താൻ പുരുഷാർത്ഥങ്ങൾ നേടണം. എന്താണ് പുരുഷാർത്ഥങ്ങൾ? ധർമാർത്ഥ കാമമോക്ഷം. എന്താണ് ധർമ്മം? ഓരോ വ്യക്തി ജനിച്ച നിമിഷം മുതൽ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ടോ മകളായിട്ടോ ജനിക്കുന്നത്. അപ്പോൾ പുത്രധർമ്മം, പുത്രീധർമ്മം, പിന്നീട് ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം, പിതൃധർമ്മം, മാതൃധർമ്മം. ഇതുപോലൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. അതിന് പൗരധർമ്മം. ഈ പൗരധർമ്മം അനുഷ്ഠിക്കലാണ് ധർമ്മം. പിന്നെ അർത്ഥം. ഈ ധർമ്മത്തിലാണ് വിദ്യാഭ്യാസം വരുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ നമ്മെ പഠിപ്പിക്കാനാണ്. ശങ്കരാചാര്യർ അവതരിച്ചതുപോലെ നാരായണ ഗുരുവായി ജനിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഈ വിദ്യ കൊണ്ട് അറിഞ്ഞ് ആ വിദ്യയിലൂടെ അവർ ധർമാധിഷ്ഠിത ജീവിതം നയിക്കണം. അപ്പോൾ ധർമ്മം, പിന്നെ അർത്ഥം, അതിനുശേഷം ആ പഠിച്ച വിദ്യയിൽ ജോലി, അതിലവർ നിപുണന്മാരാകണം, നല്ല പ്രൊഫഷണലുകളാവണം, നല്ല സമ്പത്ത് നേടണം. ധർമ്മ അർത്ഥം. സമ്പത്ത് നേടി നല്ല വീട് വെക്കണം, നല്ല കാറ് വാങ്ങിക്കണം, ഒപ്പം നല്ല കുടുംബജീവിതത്തിന് വിവാഹം ചെയ്യണം. എന്നിട്ടോ എല്ലാ നേട്ടങ്ങളും നേടണം. അവിടെ സന്തതി പരമ്പരകൾക്ക് സൃഷ്ടി നൽകാൻ ഇവിടെ കാമത്തിനും പ്രസക്തിയുണ്ട്. കാരണം ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനമാണ്
ലൈംഗികത. ഇതിന് കാമശാസ്ത്രമാണ് ഹൈന്ദവ സമൂഹത്തിന്. ഇതിന് വാത്സ്യായന ഋഷി പോലുമുണ്ട്. യോനി തൊട്ട് ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ഉണ്ട്. യോനി തൊട്ട് ചൊല്ലുന്ന മന്ത്രങ്ങൾ കേൾക്കാനും അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ യൂട്യൂബിൻ്റെ താഴത്ത് ഇതിന് മുന്നേ പോയി കഴിഞ്ഞാൽ ഉണ്ടാകും. അതിൽ വിശദമായിട്ട് ഞാനിത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. അറിയണം, അറിവാണത്, കഴിവാണത്. എന്നിട്ട് ഉജ്ജ്വലമായ ഊഷ്മളമായ ഭാര്യാഭർത്തൃബന്ധം അത് ലൈംഗികാധിഷ്ഠിതമായിട്ട് ഊഷ്മളമാക്കണം. അതിൽ നിന്നും സത്സന്താനങ്ങൾക്ക് ജന്മം നൽകണം. ഇതായിരിക്കണം ഓരോ ഹിന്ദുവിൻ്റെയും ലക്ഷ്യം. അപ്പോൾ ധർമാർത്ഥ കാമം ഇത് മൂന്നും നേടി പിന്നെ അവിടെ നിൽക്കുന്നു നമ്മുടെ വളർച്ച. ഗൃഹാന്തകൂപം പൊട്ടൻ കിണറിൽ പോലെ പിന്നെ ഓനും കണ്ണൂർക്കാർ പറഞ്ഞങ്ങനെ ഓനും ഓൻ്റെ ഓളും ഓൻ്റെ മക്കളും കഴിഞ്ഞു പരിപാടി. പിന്നെ പുഴുത്ത് നരകിച്ച് ശ്രദ്ധിക്കണം. അച്ഛൻ ഔട്ടാക്കും. എന്താണ്? അമ്മയെ വേണം. എന്തിനാണ്? കുഞ്ഞുങ്ങളെ നോക്കാൻ. ഇല്ലെങ്കിൽ 30,000 രൂപ മിനിമം ശമ്പളം കൊടുക്കണം. അപ്പോൾ 30,000 രൂപ മന്ത്ലി ലാഭമാണ് അമ്മയെ. അപ്പോൾ പെറ്റ് കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കണം. രണ്ടുപേരും സർക്കിട്ടാണല്ലോ, ബാഗ് എടുത്ത് നടപ്പാണല്ലോ രണ്ടുപേരും. അപ്പോൾ അച്ഛൻ ഔട്ടാവും. ഇങ്ങനെ ഔട്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. കാരണം ഈ വയസ്സാം കാലമാകുമ്പോഴേ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിന് തളർച്ച വരും. അസ്ഥി വർദ്ധതേ ജായതേ വിപരീതവതേ അപക്ഷീയതേ നശ്യതി. ഈ ഷഡ്വികാരങ്ങളുണ്ട്. നശിക്കേണ്ട ശരീരമാണ്. ശരീരത്തിന് ആരോഗ്യക്കുറവുണ്ടാകുമ്പോഴേക്കും, ശരീരം ക്ഷയിച്ച് വരുമ്പോഴേക്കും അതിശക്തമായ മനസ്സിനെ കൊണ്ടു നടക്കാനാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും നമ്മൾ പഠിപ്പിച്ച് മോക്ഷം നേടേണ്ടത് മരണാനന്തരമല്ല. ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ കട്ടുപറിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും ചതിയും വഞ്ചനയും വ്യഭിചാരവും ബ്രേവറിയും ഒഴിവാക്കുന്ന ദുർമോഹങ്ങൾ, ഇവ നേടാനുള്ള അമിതമോഹങ്ങൾ, വെട്ടിപ്പിടിക്കാനുള്ള അമിതമോഹങ്ങൾ, ഇവ ക്ഷയിപ്പിക്കലാണ് മോക്ഷം. അപ്പോൾ പിന്നെ പരമശാന്തമായ ഒരു ജീവിതം. ഇതാണ് ഉപനിഷത്തുക്കൾക്ക് പറയാനുള്ളത്. ഈ മോക്ഷമാർഗമാണ് ഉപനിഷത്തുക്കളെ. എന്താണ്? 1180 ഉപനിഷത്തുക്കളാണ് നമുക്കുള്ളത്. ഇതിൽ 1000 ഉപനിഷത്തുക്കളും അഥർവവേദത്തിലാണ്. അതുകൊണ്ട് അഥർവവേദമാണ് എനിക്ക് ഏറ്റവും ഭയങ്കര പ്രധാനം. പിന്നെ കൃഷ്ണൻ പറയുന്നു വേദാന സാമവേദോസ്മി, അതുകൊണ്ട് സാമവേദം എനിക്കിഷ്ടമാണ്. തത്വമസി മഹാവാക്യം അതിലാകത്തോണ്ടാണ്. അതുകൊണ്ട് ഛാന്ദോക്യ ഉപനിഷത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ്. തത്വമസി പൊരുളാണ് അയ്യപ്പസ്വാമി. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് സാമവേദം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ജന്മന അങ്കിരസ ഗോത്രത്തിലാണ്, യജുർവേദിയാണ്. അതുകൊണ്ട് യജുർവേദവും എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ മാക്സ് മുള്ളർ പറയുന്നു ഋഗ്വേദമാണ് നിഷ്കാമ കർമ്മങ്ങൾ മാത്രം പറയുന്ന അതിബൃഹത്തായ വേദം. ചുരുക്കം പറഞ്ഞ 4 വേദവും ഒരുപോലെ. അപ്പോൾ ഈ 4 വേദങ്ങളിലും ആദ്യ ഭാഗമായ കർമ്മഭാഗത്തിന് ശേഷം ജ്ഞാനകാണ്ഡത്തിലാണ് ഈ ഉപനിഷത്തുക്കളിൽ. ഇതിൽ ശങ്കരാചാര്യർ 100 ഉപനിഷത്തുക്കൾ എടുത്ത് സോർട്ട് ചെയ്തിട്ട് 10 ഉപനിഷത്തുക്കൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നു. ഈശകേശകഠ പ്രശ്നമുണ്ടമാണ്ഡുക്യ തൈത്തിരി ഐത്തിരീയം ചാന്തോക്യ ബൃഹതാരണ്യകം തഥാ. ഈ 10 ഉപനിഷത്തുക്കൾക്ക് ഭാഷ്യം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അപ്പോൾ ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷാദ ഇതി ഉപനിഷത്ത്. അവനവൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട്, അവനവൻ്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട്, അവനവൻ്റെ ബുദ്ധിയിലിരുന്നു കൊണ്ട്, അവനവൻ്റെ ബോധത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ദിശയിൽ നമ്മളെ നയിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. 110 kV സബ്സ്റ്റേഷനാണ് ഉപനിഷത്തുക്കൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു കൃഷ്ണ യജുർവേദിയാണെന്ന്. ഞാൻ ഈ ദശോപനിഷത്തുക്കൾ പഠിച്ചത് സദാശിവ സമാരംഭാം
ശങ്കരാചാര്യ മധ്യമാം ശങ്കരാചാര്യരിലെത്തി തപോവനാനന്ദ സ്വാമികളിലൂടെ സ്വാമി ചിന്മയാനന്ദ മഹാരാജിലൂടെ അസ്മദാചാര്യപര്യന്താം എൻ്റെ ആചാര്യനായ എൻ്റെ സദ്ഗുരുദേവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ മുഖത്ത് നിന്നുമാണ് ഞാൻ ഈ ദശോപനിഷത്തുക്കളൊക്കെ വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഏവം പരമ്പരാപ്രാപ്തം, ഈ പരമ്പരയിൽ നിന്നും ഞാൻ പഠിച്ച ഈ ശുക്ല യജുർവേദ സംഹിതയിലെ ആദ്യത്തെ ശ്രദ്ധിക്കണം, ഒരു 39 അധ്യായങ്ങളിലാണ് ഈ കർമ്മകാണ്ഡങ്ങൾ. കുറച്ചൊക്കെ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ 40 കഴിഞ്ഞാൽ തുടങ്ങുകയായി ഈശാവാസ്യ ഉപനിഷത്ത്. എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം അത് നമ്മൾ പഠിക്കണം. കാരണം നമ്മളൊക്കെ ഈ ക്ഷേത്രവിശ്വാസികളാണ്, ക്ഷേത്ര ഉപാസകന്മാരാണ്. ഈ ക്ഷേത്രങ്ങളിൽ പോയ ശിവലിംഗമൊക്കെ കല്ലല്ലേ? അതെ, മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയ കല്ല് മിക്കവാറും കല്ലിൻ്റെ ബിംബമാണ്. പിന്നെ ഈ ദേവീക്ഷേത്രങ്ങളൊക്കെ കണ്ണാടി ബിംബം മുഴുവൻ കല്ലാണ്, മിക്ക സ്ഥലങ്ങളിലും കല്ലാണ്. അപ്പോൾ ഈ കല്ലിനെ ദേവനാക്കിയും ദേവിയാക്കിയും പൂജിക്കുന്ന സംസ്കൃതിയാണ് ഹൈന്ദവ സംസ്കൃതി. ഭാഗ്യവന്മാർ. കാരണം കല്ലിനെ ഈശ്വരനാക്കുന്ന വ്യക്തിക്ക് ഇനി ആരെ വേണമെങ്കിലും ഈശ്വരനാക്കാം. കല്ലിൽ നിന്നും തുടങ്ങി കരിങ്കല്ല് ഈശ്വരനായപ്പോൾ പിന്നെ കുടുംബത്തിലെ അമ്മ ഒരു ദേവിയായി. അമ്മ തന്നെയാണ് ചോറ്റാനിക്കര അമ്മ. അപ്പൻ തന്നെയാണ്, അച്ഛൻ തന്നെയാണ് അയ്യപ്പൻ. അമ്മ തന്നെയാണ് കൊടുങ്ങല്ലൂരമ്മ. അച്ഛൻ തന്നെയാണ്, അപ്പൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ. അമ്മ തന്നെയാണ് ആറ്റുകാൽ അമ്മ. അപ്പൻ തന്നെയാണ് വൈക്കത്തപ്പൻ. അമ്മ തന്നെയാണ് ചോറ്റാനിക്കര അമ്മ. അപ്പൻ തന്നെയാണ് ഏറ്റുമാനൂർ അപ്പൻ. അപ്പം ഈസിയായിട്ട് നമുക്ക് മനസ്സിലായി, ഏത് കല്ലിലായാലും മണ്ണിലായാലും വിളക്കിലായാലും പുല്ലിലായാലും പുഴുവിലാക്കിയും യാ ബ്രഹ്മാതി പിപീലികാന്ത തനുഷു. ശ്രീശങ്കര ഭഗവത്പാദർ പറയും, അങ്ങ് ബ്രഹ്മാവ് മുതൽ ഒരു പുൽക്കൊടി മുതൽ ഒരു പുഴുവരെയുള്ള ആ പരമ്പരയിലെ എല്ലാം ഈശ്വരനാണ്. ഇത് നമ്മളെ ഊട്ടി ഉറപ്പിക്കുകയാണ് കൃഷ്ണയജുർവേദം. അത് ചിത്തസ്യ ശുദ്ധയോ കർമ്മ നതു വസ്തുപലഭ്യതേ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭി. ഈ കർമ്മങ്ങൾ മുഴുവൻ ചിത്തശുദ്ധിക്കാണ്. ചിത്തശുദ്ധിക്ക് ശങ്കരാചാര്യർ പറയും ഇല കഴുകലാണ്, ഊണ് കഴിക്കലല്ല. ഊണ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്ത് പഠിക്കണമെന്ന് ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിക്കുന്നു. ഊണ് കഴിക്കലാണ് ഈ 40-ന് ശേഷമുള്ള 39-ന് ശേഷമുള്ള 40-ാമത്തെ അധ്യായത്തിൽ ഈ ഉപനിഷത്ത് പഠനം. വസ്തുസിദ്ധിർ വിചാരേണ. എന്ത്? അത് വിചാരം ചെയ്യണം. എവിടെ? ബുദ്ധിയിൽ, ബോധത്തിൽ സൂക്ഷ്മമായി, അതിസൂക്ഷ്മമായി അതിനെ എന്ത് ചെയ്യണം? മനസ്സിനകത്തിട്ട് ഷെയ്പ്പ് ചെയ്യണം. മനസ്സിനകത്തിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൈര് കടഞ്ഞു കഴിഞ്ഞാൽ വെണ്ണ കിട്ടുന്നത് പോലെ പരമശാന്തി ലഭിക്കും. അപ്പോൾ ഈ ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേനേ ത്യക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം. 1-ാമത്തെ മന്ത്രം. 2-ാമത്തെ മന്ത്രം പറയുന്നു കുർവന്നേ വേഹ കർമാണി ജിജീവിഷേച്ഛതം സമാ ഏവം ത്വയി നാന്യഥേതോസ്തി ന കർമ്മ ലിപ്യതേ നരേ. ഇവിടെ പറയുന്നു ന കർമ്മ ലിപ്യതേ നരേ. ആരോടാ പറയുന്നത്? ഈ ഉപനിഷത്ത് ആരോടാ പറയുന്നത്? നരേ, മാനവരാശിയോടാണ് പറയുന്നത്. നരേ. നരേ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പഠിക്കുന്നത് നല്ലതാണ്. എന്താണ് നരൻ? നരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കേണ്ടവൻ. അപ്പം മരിക്കുന്നത് വരെയുള്ള ജീവിതം പരമാനന്ദപ്രദമാകാൻ, സന്തോഷപ്രദമാക്കാൻ, സംതൃപ്തി അറിയാൻ, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറുപോലുള്ള ജീവിതം, അതിന്
ഈ ഈശാവാസ്യ ഉപനിഷത്ത് പഠിക്കണം. എന്തൊരു സന്തോഷമാണ് അല്ലേ? നമ്മളിതേതായാലും പഠിച്ചു. താങ്കൾ സുഹൃതി ആയതുകൊണ്ടാണ് താങ്കളിത് കേൾക്കുന്നത്. സുഹൃതി ആയതുകൊണ്ടാണ് എനിക്കിത് പഠിക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും സാധിക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം. അതിനെന്ത് വേണം? ഈ മന്ത്രങ്ങളൊക്കെ എൻ്റെ അച്ഛൻ ഇങ്ങനെ നിരന്തരം ഇല്ലത്തിന് ചൊല്ലും, എൻ്റെ അമ്മ ഇങ്ങനെ ചൊല്ലും, എൻ്റെ മുത്തശ്ശൻ ഇങ്ങനെ ചൊല്ലും. അത് കേട്ട് ഞാൻ പഠിച്ചു. ഇതുപോലെ നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് പഠിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ കൂട്ടത്ത് സ്കൂളിലും കോളേജിലും പഠിച്ചതാണ്. ഈ പുള്ളിക്കാരിക്ക് എന്നെ ബഹു ഇഷ്ടമാണ്. എനിക്കതിൻ്റെ ഒരു 1000 ഇരട്ടി പുള്ളിക്കാരി ഇഷ്ടമാണ്. അങ്ങനെയാണല്ലോ ബൈയിങ് ആൻഡ് സെല്ലിങ് ആണല്ലോ ബിസിനസ്. പുള്ളിക്കാരി ഇപ്പോൾ ഗൾഫിലാണ്. പുള്ളിക്കാരി എപ്പോഴും എൻ്റെ വീഡിയോ നിരന്തരം വച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ മക്കൾക്കൊക്കെ അവരെക്കാൾ പ്രാന്തായി. എൻ്റെ കൂട്ടുകാരിയെ ശകുന്തള എന്നാണ് അവരുടെ പേര്. അവൾക്ക് എന്നെ ഇഷ്ടമുള്ളതിൻ്റെ 1000 ഇരട്ടി ഇഷ്ടമായി ഇപ്പോൾ ആർക്ക്? മക്കളൊക്കെ ഇപ്പോൾ മന്ത്രം ചൊല്ലാനും പഠിക്കാനും തുടങ്ങി. ഇതുപോലെ നമ്മൾ റോൾ മോഡലായിരിക്കണം. എൻ്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനായതുകൊണ്ടാണ് എനിക്കിത് പറയാനും പഠിക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും സാധിക്കുന്നത്. ശ്രദ്ധിക്കണം. ജീവിക്കാൻ ആഗ്രഹിക്കണം. ഇവിടെ വിഷയം എന്താണ് പറയുന്നത്? ജീവിക്കാൻ ആഗ്രഹിക്കണം. അതെ, ജീവിതം എന്ന് പറയുന്നത് റീടേക്ക് ഇല്ലാത്തതാണ്. എപ്പോഴും കുടുംബത്തിൽ ബഹളം വെച്ചുകൊണ്ട് നിൽക്കുന്നത് ജീവിതമല്ല, അത് മത്സരമാണ്. അത് അഡ്വക്കറ്റുമാരാണ്, വക്കീൽമാരെ കണക്കിന് വാശിയും വെറുപ്പും വൈരാഗ്യവും കുടുംബത്തിലല്ല വേണ്ടത്. വാഗ്വാദം കുടുംബത്തിലല്ല വേണ്ടത്. ഏറ്റുമുട്ടൽ കുടുംബത്തിലല്ല വേണ്ടത്. വിജയപരാജയങ്ങൾ ഭാര്യാഭർത്തൃത്വങ്ങൾ തമ്മിലല്ല, അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതാണ്. അത് പന്ത് കളിയിലുള്ളതാണ്. ജീവിതമാകുന്ന കളിയിലല്ല ജീവിതവും വിജയവും പരാജയവും. അതുകൊണ്ട് ഭാര്യ ഒരു കാര്യം ചെയ്താൽ മതി, സെലോ ടാപ്പ് എടുത്തൊരു വായി അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. ഭർത്താവ് ഒരു കാര്യം ചെയ്താൽ മതി, ഒരു 1.5 കിലോ ഫെവിക്വിക്ക് മേടിച്ച് വായിൽ അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. അഥവാ വായി തുറക്കുന്നുണ്ടെങ്കിൽ ദോശയും ഇഡ്ഡലിയും വായിലേക്ക് ഇടാനും, പിന്നെ ഭാര്യ എന്ത് പറഞ്ഞാലും യെസ് പറയാനും. അപ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? എപ്പോഴെങ്കിലും വായി തുറക്കുന്നുണ്ടെങ്കിൽ ചായ കുടിക്കാനും ഊണ് കഴിക്കാനും. പിന്നെ എപ്പോഴെങ്കിലും തുറക്കുന്നുണ്ടെങ്കിൽ അത് ഭർത്താവ് പറയുന്നതൊക്കെ യെസ് പറയാൻ. എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഭാര്യ പറയുന്നതിന് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഭാര്യയും ഭർത്താവും തമ്മിൽ ദേ ഇങ്ങനെ കിടന്നുറങ്ങാം. ഭർത്താവ് പറയുന്നതിനൊക്കെ ഭാര്യ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ കിടന്നുറങ്ങാം. പുതപ്പിൻ്റെ ആവശ്യമില്ല. ഇനി അഡ്വക്കേറ്റിൻ്റെ കണക്കിന് നടുറോട്ടിൽ NH തവള പൊങ്ങുന്നത് പോലെ പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ കിടക്കാം. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ, ഒരാൾക്ക് കിഴക്കോട്ടും പോവാം, ഒരാൾക്ക് പടിഞ്ഞാറോട്ടും പോവാം. ഇതുകൊണ്ടാണ് ഒരു ഐഡിയൽ ലൈഫ്. അതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ജിജീവിഷേത്, എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം, ഇതാണ് ജിജീവിഷേത് എന്നുള്ളതിൻ്റെ അർത്ഥം. അതിനെന്താണ്? സ്വകാമായ ബഹുസ്യം പ്രചായതേ. ആദിയിൽ ഇതാണ് ബിഗ് ബാങ് തിയറി ഇല്ലേ, അതുതന്നെയാണ്. കാമായ ബഹുസ്യം പ്രജായതേ. ജഗദീശ്വരന് തോന്നി ഞാൻ പലതായി തീരട്ടെ എന്ന്. അപ്പോൾ അത് പലതായി തീർന്നതുപോലെ എന്നിലുള്ള അറിവും കഴിവും സർഗാത്മകതയും വികസിച്ച് 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 ആകാശത്തോളം എൻ്റെ വ്യക്തിത്വം വികസിക്കട്ടെ. ജിജീവിഷേത്. അപ്പോൾ ജീവിതം എങ്ങനെ? കിടപ്പ് രോഗിയായിട്ടുള്ളത് ജീവിതമല്ല, ജീവച്ഛവമായിട്ടുള്ളത് ജീവിതമല്ല. പിന്നെ കടം കയറി കടത്തിൽ ജനിച്ച് കടത്തിൽ വളരുന്നത് ജീവിതമല്ല. പിന്നെ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. കൃഷ്ണ യജുർവേദം നമ്മൾ പറയുന്നു, അവനവനെ സ്നേഹിക്കുക, അവനവനെ പ്രേമിക്കുക, അവനവനെ ഇഷ്ടപ്പെടുക. ഇതിന് നമ്മളെ അറിവും കഴിവുമാക്കി വളർത്തിയെടുക്കുന്നതാണ് വേദങ്ങൾ. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ ഓട്ടോമാറ്റിക്കായി പഠിക്കുകയായി. കാരണം ഈ ജീവിത സൗന്ദര്യ രഹസ്യം ഇതിലുണ്ട്. ജീവിത മധുരമാണ് വേദങ്ങൾ.
ജീവിതത്തിൻ്റെ സർഗാത്മകത, അറിവും കഴിവും അതിൻ്റെ സ്നേഹവും അവൻ്റെ സമ്പത്തും ജീവിത മാർഗദർശികളാണ് ഉപനിഷത്തുക്കൾ. എൻ്റെ അച്ഛന് തന്നെ പഠിപ്പിച്ചു, എൻ്റെ ഗുരുക്കന്മാർ തന്നെ പഠിപ്പിച്ചു. ഇതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളിത് ഉൾക്കൊള്ളണം, നിങ്ങളുടെ മക്കളിലോട്ട് ഇത് കൈമാറ്റം ചെയ്യണം. ഏവം പരമ്പരാപ്രാപ്തം, എങ്കിൽ മാത്രമേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ്. അച്ഛനെയും അമ്മയെയും മക്കൾ തള്ളിപ്പറയാതിരിക്കാൻ, പിതൃപുത്ര, അച്ഛനും മക്കളും അമ്മയും മക്കളും സഹോദരിമാരും സഹോദരന്മാരും തമ്മിലുള്ള ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ബോണ്ടായിരിക്കണം, ഒരു ഫെവിക്കുക്കാണ് ഈശാവാസ്യം ഉപനിഷത്ത് എന്നും പഠിച്ചു കഴിഞ്ഞാൽ കുറുവന്നെ വേഹകർമാണി, ഈ ലോകത്തിൽ വേദവിഹിതമായ വൈദിക ജീവിതത്തിൽ ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ ചെയ്യണം, പുരുഷാർത്ഥങ്ങൾ നേടണം, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടണം. അമ്മ അതിന് ശ്രദ്ധിക്കണം. കർമ്മസന്യാസ യോഗം എന്നുണ്ട്, ഒരു യോഗമുണ്ട്. എന്താണ്? ശ്രദ്ധിക്കണം. കർമ്മങ്ങൾ നേടുമ്പോൾ സന്യാസയിതി, ഒന്നിലകത്തും ബോണ്ടേജ് ഇല്ലാത്തൊരു ജീവിതം. എല്ലാ കർമ്മങ്ങളിലും ചെയ്യണം, അതിനകത്തൊന്നും ഒരു ബോണ്ടേജ് പാടില്ല. ഇതാണ് കർമ്മസന്യാസ യോഗം. 3-ാം അധ്യായം ആണ് അത് ജ്ഞേയസാ നിത്യസന്യാസി യേന ദ്വേഷ്ഠിന കാംക്ഷസി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാൽ പ്രമുച്യതേ. സുഖം ബന്ധാൽ പ്രമുച്യതേ. സുഖം എവിടെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിർദ്വന്ദ്വോ ഹി മഹാബാഹു, ആരായാലും ശരി, എത്ര ഉന്നതനായാലും ശരി, നിർദ്വന്ദ്വോഹി ശീതോഷ്ണ സുഖദുഃഖാനി, അതായത് ശീതവും പാടില്ല, ഉഷ്ണവും പാടില്ല, സുഖവും പാടില്ല, ദുഃഖവും പാടില്ല, സമ്പത്തും പാടില്ല, ദാരിദ്ര്യവും പാടില്ല. പിന്നെ അപമാനച്ച, മാനവും ഇല്ല, അപമാനവും ഇല്ല. അപ്പോഴോ ഇതിനെല്ലാത്തിനെയും ഇടയിൽ കിടന്നുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ പറയുന്ന കണക്കിനെ എല്ലാ ഈസങ്ങളുടെ വാളിൻ്റെ ഇടയിലൂടെ നടന്നു പോകണം. ഇതാണ്, ശ്രദ്ധിക്കണം, സ്ട്രെസ്സും സ്ട്രെയിനുമില്ലാത്ത ജീവിതം. എന്താണ് സ്ട്രെസ്സും സ്ട്രെയിനുമില്ലാത്ത ജീവിതം? അതിനെയാണ് പറയുന്നത് സമചിത്തത. നിർദ്വന്ദ്വോഹി എന്നുള്ളത് ഭഗവാൻ പൂർണ്ണാവതാരം എടുത്ത് ഭഗവത്ഗീതയിൽ പറയുന്നതാണ് സമചിത്തത. ന്യായസ നിത്യസന്യാസി, എപ്പോഴും നിത്യസന്യാസിയായി ജീവിക്കണം. എന്നിട്ടോ ഏനദ്വേഷ്ടിന കാംക്ഷസി. ഇപ്പം സന്യാസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഉണ്ടാവും, യൂട്യൂബ് ഗൂഗിൾ കുമാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചു തരും. കുറേ താടി മുടിയും വളർത്തി 12 വർഷമായി കുളിക്കാതെ ഒരു കുംഭമേളയ്ക്ക് അവർ കുളിക്കുള്ളൂ. അങ്ങനെ കാവ്യമുണ്ട്, ഇതൊന്നും എടുക്കുന്നതല്ല. പിന്നെ ഏനദ്വേഷ്ടി ന കാംക്ഷസി, അത് അമിതമായ ദുർമോഹമില്ലാത്ത വ്യക്തിയും ഒന്നിനോടും വെറുപ്പില്ലാത്ത തത്വസംഹിതയും, ഒന്നിനോടും വെറുപ്പില്ലാത്ത തത്വസംഹിതാണ് ഏനദ്വേഷ്ടി. ഒന്നിനോടും വിദ്വേഷമില്ലാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈശാവസം ഇതം സർവം യത്കിഞ്ച ജഗത്യാഞ്ച തേനെ തെക്തേന ഭുഞ്ചിത മാ ഘൃത കസ്യ സിദ്ധനം. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്, അന്യൻ്റെ ഒന്നും അവിഹിതമായി ആഗ്രഹിക്കരുത്. അതൊക്കെ പരമദുഃഖത്തിലേക്കേ കൊണ്ടെത്തുള്ളൂ. ഒരു ഹണി ട്രാപ്പ് അതിൻ്റെയൊക്കെ പിറകിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട്. എല്ലാം റെക്കോർഡിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർമ്മ വേണം. ക്യാമറയുടെ ചുവട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കണം. അതുകൊണ്ട് മാകൃത കസ്യ സിദ്ധനം, ഒന്നിനോട് ഏത് 2025 ഇത്ര വർഷമായിട്ടുള്ള യേശു ക്രിസ്തു ജനിച്ചിട്ട് ഇത് 6000 വർഷങ്ങൾക്ക് മുന്നെയാണ് എഴുതിയിട്ടുള്ളൂ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന്. അറിയണം ഇതിൻ്റെ പ്രാധാന്യം. നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും വെറുക്കാതെ എല്ലാത്തിനെയും ഇഷ്ടപ്പെടുന്നത് ആരാണോ അവനാണ് സന്യാസി എന്നുള്ളതാണ് പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാനസികമായി സന്യാസത്തിലുള്ള ജീവിതം നമ്മൾ നയിക്കണം. ശാരീരികപരമായിട്ട് ഭാര്യയുടെ കൂട്ടത്തിൽ പരമാനന്ദ സംപ്ലുത, പരമാനന്ദത്തിൽ ജീവിക്കണം. മക്കളോടുകൂടി ഊർജ്ജസ്വലമായി ജീവിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിൽ അതിശക്തമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കണം. സഹോദരി സഹോദരന്മാരോട് പഞ്ചാര പാൽപ്പായസമായി ജീവിക്കണം. സുഹൃത്തുക്കളോട് ഒരു ഐസ്ക്രീം പോലെ ജീവിക്കണം.
ഇതാണ് വേദങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളിതാദ്യം മനസ്സിലാക്കണം, ഞാനിതാദ്യം മനസ്സിലാക്കണം. നമ്മളെ മക്കളോട് നമ്മളിത് പറയണം. ഇനി ശ്രദ്ധിക്കണം, ഇതൊന്നും ഒറ്റക്കല്ല കേട്ടോ. ജിജീവിഷേച്ഛതം സമാ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? സമാ, എല്ലാവരും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞില്ലേ? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ നായരെ? നിനക്ക് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു ഹാർട്ടുണ്ട്, ഞാനിത് എൻ്റെ അയൽക്കാരന് കൊടുക്കുമോ? ഇല്ല. പിന്നെ കുറച്ച് രക്തം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും, വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 2 കുമ്പളങ്ങ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. കിഡ്നി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ തിയറിയാണ്. ഇവിടെ പ്രാക്ടിക്കലാണ്. ഇവിടെ മാനവരാശി മുഴുവനും ഈ ലോകത്ത് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ശതം ജിജീവേഷ ശതം, എന്താണ്? സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പുരുഷായുസ് മുഴുവനും ആരോഗ്യവാനായി ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വലിനെ പോഷിപ്പിച്ചുകൊണ്ട് ജീവിതം. അതിനോ എന്താണ്? അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസവിഷ്ണു. ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ നമ്മളെ പഠിപ്പിച്ചില്ലേ? അനന്തഭൂമാ, ആദിയും അന്തവുമില്ലാത്ത ആ പരമാനന്ദ സ്വരൂപമായിരിക്കുന്ന, ആ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഗുരുവായൂരപ്പ, മമ രോഗരാശിയും, എൻ്റെ രോഗങ്ങളുടെ കൂട്ടങ്ങളെ മുഴുവനില്ലാതെയാക്കി എന്നെ ആയുസ്സും ആരോഗ്യത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തരൂ, ഞാനത് അച്ചീവ് ചെയ്യട്ടെ. ഏവം ത്വയി നാന്യഥേതോസ്മി, ഏവം ത്വയി നാന്യഥോ അസ്ഥി. ഇപ്രകാരം നീ ചെയ്തില്ല എങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുക, നിനക്ക് 8ന്റെ പണി കിട്ടും. ഈ ഭൂമിയിൽ നിനക്ക് നിലനിൽപ്പില്ല. നന്മയുടെ അവതാരങ്ങൾക്ക് മാത്രമുള്ളതാണ് ജീവിതം, നന്മയ്ക്ക് മാത്രമാണ് ഫ്യൂച്ചറ്. രാമായണം ഒരൊറ്റ വരിയിൽ ഞാൻ ചൊല്ലാം. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. ബി അലേർട്ട്, ബി സ്മാർട്ട്. അറിയണം, പഠിപ്പിക്കണം. നമ്മുടെ കർമ്മങ്ങളുടെ കർമ്മഫലമാണ് നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയുമ്പോൾ ന കർമ്മ ലിപ്യതേ നര നര നര. ഏത്? കൃഷ്ണ യജുർവേദമാണ്, ഈശാവാസ്യ ഉപനിഷത്തുക്കളാണ്. ഉപനിഷത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു ന കർമ്മ ലിപ്യതേ. ഹിന്ദു എന്നാണോ പറയുന്നത്? അല്ല. നമ്പൂതിരി എന്നാണോ പറയുന്നത്? അല്ല. പിന്നെ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നാണോ പറയുന്നത്? അല്ല. മാനവരാശിയോടാണ് പറയുന്നത്. ഇതൊക്കെയല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഇതൊക്കെയല്ലേ നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്? നമ്മളെ ഭാര്യയെ പഠിപ്പിക്കണം, നമ്മളെ ഭർത്താവിനെ പഠിപ്പിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. വിശ്വസാഹോദര്യത്തിൻ്റെ കാഹളമന്ത്രങ്ങളാണ് വേദങ്ങൾ, വിശ്വസാഹോദര്യമാണ് ഉപനിഷത്തുക്കൾ. ഹേ നര, മരണം ഉറപ്പ്. അതിനാൽ കർമ്മഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യൂ, പരമശാന്തി നുകരൂ. അല്ല ആഗ്രഹിക്കണ, അല്ല അല്ല ഫലാസക്തിയിലൂടെയാണ് ജീവിതമെങ്കിലോ കർമ്മ പരമ്പരയാകും. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു, അതിനകത്ത് നമ്മൾ റിസൾട്ട് ആഗ്രഹിച്ചു, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യും, വീണ്ടും അത് ചെയ്യും, അതിനകത്ത് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അവസാനം അത് വലിയ അപകടമായി മാറും. ഉദാഹരണം ഇപ്പം ഹായ്, ഇത് ഒരു കൂട്ടുകാരി എന്നല്ല, ഏതോ ഒരു ചേച്ചി ഒരു വാട്സാപ്പ് നമ്പർ തന്നു, ഹായ് എന്ന് നമ്മളും പറഞ്ഞു. അപ്പോൾ 5-10 പ്രാവശ്യം ഹൈ എന്ന് പറഞ്ഞു. ഉറങ്ങിയോ, ഊണ് കഴിച്ചോ, കിടന്നോ, നിന്നോ, ഇതൊക്കെ അവസാനം പുള്ളിക്കാരി എവിടത്തോട്ടെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ നമ്മളെവിടത്തേക്കെങ്കിലും വിളിക്കും, അവിടെ പോവും, തിരിച്ചു വരും. സ്വാമി ശരണം, എയ്ഡ്സ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഹണി ട്രാപ്പിനെ നമ്മൾ പെടും.
ഇത് നമ്മൾ തിരിച്ചറിയണം. കാരണം കർമ്മപരമ്പര അപകടത്തിൽ ചെന്നെത്തും. അപ്പോൾ കർമ്മപരമ്പര അപകടം, ഭയം, മൃത്യു, അപമൃത്യു ഇത് വരാതിരിക്കണമെങ്കിൽ മാനവരാശിയോടുള്ള ജഗതോദ്ധാരണ മന്ത്രമാണ് ഈ വേദമന്ത്രങ്ങൾ. ഇവ പഠിക്കണം. കർമ്മഫലം നെഗറ്റീവായാൽ നാം തകർന്ന് തരിപ്പണമായി ആ കർമ്മം നിർത്തും. തുടർന്ന് കർമ്മവിമുഖത. അതിനാൽ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യണം. ഇതിന് ഭഗവാൻ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിൽ 47-ാമത്തെ ശ്ലോകത്ത് പറയുന്നു, കർമ്മണ്യേ വാധികാരസ്തേ മാം ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭൂർ മാതേ സംഗോ സ്വകർമ്മണി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ മാനവരാശിയെ ഉയർത്തുന്നത്. നീ കർമ്മം ഒരിക്കലും ചെയ്യാതിരിക്കരുത്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. നീ എന്തെങ്കിലും ചെയ്യൂ, ആ ചെയ്യുന്നത് നിഷ്കാമ കർമ്മമായിരിക്കണം. ഏത് കർമ്മത്തിനും എവരി ആക്ഷൻ ഡെവലപ്പ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് തന്നുകൊണ്ടേയിരിക്കും. ഇൻട്രസ്റ്റ് നമുക്ക് വേണ്ടെങ്കിൽ എവിടെയെങ്കിലും വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളെ ചത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ മക്കളെ വന്ന് കയ്യും കാലും കെട്ടിയിട്ടോളും, മൂക്കിൽ പഞ്ഞിയും വെച്ചോളും. കാരണം ഇറങ്ങി ഇങ്ങോട്ട് വരാതിരിക്കാൻ. ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ ബാങ്ക് ബാലൻസ് എടുത്തെങ്കിലോ. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മളെ മക്കളായാലും മേടിച്ചോളും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ത്, നമ്മുടെ കർമ്മം ഒരിക്കലും ചെയ്യാതിരിക്കരുത്. ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമമായിരിക്കണം. അതിൽ കാമം വന്നു കഴിഞ്ഞാൽ അത് ദുഃഖത്തിൽ അവസാനിക്കും. അപ്പോൾ പരിശീലനത്തിലൂടെ പെർഫെക്റ്റ് ആകുമ്പോൾ, പ്രാക്ടീസിലൂടെ പെർഫെക്റ്റ് ആകുമ്പോൾ അത് പാഷനായി മാറും. അപ്പോൾ പാഷനായി മാറിക്കഴിഞ്ഞാലോ കർമ്മഫലം അനുകൂലമായിക്കോളും. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡായി മാറും. അവനവൻ്റെ ജീവിതം റിസൾട്ട് ഓറിയൻറ്റഡായി മാറും. ഇതിന് പൂർണ്ണാവതാരമെടുത്തിട്ട് കൃഷ്ണൻ പറയുന്നതാണ്, സ്വകർമ്മണാത്തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനത. അവനവന് ചെയ്യുന്ന കർമ്മം തന്നെയാണ് അർച്ചന. ഈ അർച്ചന അതിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ അവസാനിപ്പിക്കുന്നത് നമ്മളെ ഉയർത്തുകയാണ്. യത് കരോഷി യദസ്നാസി യത് ജുഹോഷി യദാസി യത് തപസ്യസി കൗന്ദേയ മത് കുരുഷ്വമതർപ്പണം. നീ എന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഗോപാലൻ നായരെ, യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, നീ എന്ത് പറയുന്നുണ്ടെങ്കിലും, നീ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും, നീ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും, നീ എന്തെന്ത് ഹോമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എനിക്കുള്ള അർച്ചനകളായി മാറ്റൂ. ഈ ഈ ഈ ഈ ഈ ഈ ഈശാവാസ്യ ഉപനിഷത്താണ് ഭഗവത്ഗീതയിൽ ഈ 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്നുള്ള ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ഇത് തന്നെയാണ് പഠിക്കുന്നത്. അത് നമുക്ക് പഠിക്കണം. വേദങ്ങൾ നമുക്ക് പഠിക്കണം, ഉപനിഷത്തുക്കളും തുടർന്ന് നമുക്ക് പഠിക്കണം. അതിന് അടുത്തടുത്ത ചാനലുകൾ, ഈ ചാനലിൻ്റെ അടിയിലുള്ള വീഡിയോകൾ കാണണം. അടുത്തുള്ള വീഡിയോകൾ നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കൂ. നമുക്ക് തുടർന്നുള്ള വേദാധ്യയനം എല്ലാവർക്കും ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് മുന്നേറണം. അതിന് നിങ്ങളെല്ലാവരും ഈ ചാനൽ കേൾക്കണം, കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം. വരും തലമുറയിലേക്ക് നിങ്ങളിത് എത്തിക്കണം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നമുക്ക് ശാന്തിമന്ത്രം ചൊല്ലി അവസാനിപ്പിക്കാം. എല്ലാവർക്കും ആയുരാരോഗ്യ പൂർണ്ണത. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. സ്വാമീ ശരണമയ്യപ്പ.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു.